ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SAP ലാബ് മലയാളം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോളറൻസിനെ കുറിച്ചാണ്. ടോളറൻസ് ഫോർ എംപ്ലോയീസും ടോളറൻസ് ഫോർ GL അക്കൗണ്ടും. അപ്പോൾ എന്താണ് ഈ ടോളറൻസ് എന്ന് നമുക്ക് നോക്കാം. ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് എന്നുള്ളത് ഒരു ഓതറൈസേഷനാണ്. കമ്പനി അവരുടെ എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള ഒരു ഓതറൈസേഷനാണ്. അപ്പം ഒരു പോസ്റ്റിങ്സ് വരുന്ന സമയത്ത് അവർക്ക് മാക്സിമം എൻറ്റർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്, അതിൻ്റെ ലിമിറ്റാണ് ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എമൗണ്ട് പെർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ ദി മാക്സിമം ഡോക്യുമെൻ്റ് എമൗണ്ട് ദ എംപ്ലോയീസ് ഈസ് ഓതറൈസ്ഡ് ടു പോസ്റ്റ്. അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിൻ്റെ മാക്സിമമാണ് ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടോളറൻസിനകത്ത് മറ്റ് ചില കാര്യങ്ങളൂടെ വരുന്നുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയീസിന് മാക്സിമം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അലൗ ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ടും അതും കമ്പനി പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് മുകളിലോട്ടൊരു ക്യാഷ് ഡിസ്കൗണ്ടും ഒരു എംപ്ലോയീസിന് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അലൗ ചെയ്യാൻ പറ്റത്തില്ല. എമൗണ്ട് പെർ ഓപ്പൺ ഐറ്റം അക്കൗണ്ട് ഐറ്റം എൻ്റർ ദ മാക്സിമം ഡോക്യുമെൻറ്റ് എമൗണ്ട് ദ എംപ്ലോയീസ് ഈസ് ഓതറൈസ്ഡ് ടു പ്രോസസ് ഓപ്പൺ ഐറ്റം. ഒരു ഓപ്പൺ ഐറ്റം പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് ഉള്ള ഒരു ഓതറൈസേഷനാണ്. അതിനപ്പുറത്തോട്ടുള്ളൊരു ഓപ്പൺ ഐറ്റം അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടോളറൻസ് ഗ്രൂപ്പ് എംപ്ലോയീസിന് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ SAP സിസ്റ്റത്തിലേക്ക് കയറാം. ഇപ്പോൾ കോഡ് OBA4 എന്നുള്ളതാണ് ടോളറൻസ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോഡ്. OBA4. ഇപ്പോൾ ഈ സ്ക്രീനിൽ വരും ടോളറൻസ് ഗ്രൂപ്പ് ഫോർ യൂസേഴ്സ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ന്യൂ എൻട്രീസ് എടുക്കുക. ഗ്രൂപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കമ്പനി കോഡ് തന്നെ കൊടുക്കുന്നു. ഗ്രൂപ്പ് കൊടുത്തില്ലെങ്കിലും നിർബന്ധമില്ല. ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസേഴ്സോട്ട് അസൈൻ ചെയ്യണം. കമ്പനി കോഡ് കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ യൂസേഴ്സിന് അസൈൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് കൊടുക്കുന്നില്ല. ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് യൂസേഴ്സോട്ട് അസൈൻ ചെയ്യണം. ഞാൻ ഗ്രൂപ്പ് കൊടുക്കുന്നില്ല. കമ്പനി കോഡ് കൊടുക്കുകയാണ് RP01. ദെൻ ഇവിടെ കറൻസി ഇവിടെ ഓൾറെഡി INR ആണ്, അത് ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 50 lakhs വല്ലതും കൊടുക്കാം. അപ്പോൾ അതാണ് മാക്സിമം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. ഓപ്പൺ ഐറ്റം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഐറ്റം എന്താണെന്നൊക്കെ ഞാൻ അതായത് ഇനി അങ്ങോട്ട് വരുന്ന സെഷൻസിൽ പറയാം. അതിൽ എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ട് പെർ ലൈൻ ഐറ്റം, അതായത് നമുക്ക് ഒരു ഡിസ്കൗണ്ട് എന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇത് പേയ്മെൻറ്റ് ടൈംസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഏരിയയിൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്യാഷ് ഡിസ്കൗണ്ടും വെൻഡർ നമുക്ക് തരുന്ന ക്യാഷ് ഡിസ്കൗണ്ടുമാണ് നമ്മൾ പേയ്മെൻറ്റ് ടൈംസിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതിനൊരു ലിമിറ്റുണ്ട്. കിട്ടുന്നതിനില്ല, നമ്മൾ കൊടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. അതായത് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട് കസ്റ്റമേഴ്സിന്. അതൊരു എംപ്ലോയീസിന്, അത് അവിടുത്തെ എംപ്ലോയീസിന് അതൊരു പെർമിഷൻ, ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും അവർക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു 20% കൊടുക്കാം. ദെൻ സേവ്. ഇത് നമുക്ക് അസൈൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് കമ്പനി കോഡിനകത്ത് നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇതൊരിക്കലും അസൈൻ ടു ടോളറൻസ് ഗ്രൂപ്പ് ടു അസൈൻ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കമ്പനി കോഡിട്ട് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ട്. അതായത് GL അക്കൗണ്ട്സിനും നമ്മൾ ടോളറൻസ് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പം ടോളറൻസ് ഗ്രൂപ്പ്സ് allows the SAP system to process and post the transactions beyond the tolerance group limit. Tolerance are referred as a payment difference. It can be amount tolerance, percentage tolerance, and debit and credit tolerance. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് തന്നെ വേറൊരു വിൻഡോയിലോട്ട് പോകണമെങ്കിൽ നമുക്കവിടെ സ്ലാഷ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ഈസി ആക്സസ് സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ട്രാൻസാക്ഷൻ വിൻഡോയിലോട്ട് പോകണമെങ്കിൽ സ്ലാഷൻ ആദ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം ആ കോഡ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി പോകേണ്ട വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ OBA0 ആണ് നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ വിൻഡോ. അതായത് GL അക്കൗണ്ടിന് പോകേണ്ട ട്രാൻസാക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ OBA0 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ വിൻഡോയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ടോളറൻസ് ഫോർ GL അക്കൗണ്ടിലോട്ട് പോകാനായിട്ട് ഇവിടെ OBA0 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി.
ഡയറക്റ്റ് ആ സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ എൻട്രീസ് എടുത്താൽ മതി. ഇവിടെ നമുക്ക് കമ്പനി കോഡ് കൊടുക്കാം, ABI01. ദെൻ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അസൈൻ ചെയ്യേണ്ടി വരും. അതിന് ഗ്രൂപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം നമുക്കിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ടോളറൻസ് ഫോർ GL accounts. ജസ്റ്റ് ആ കമ്പനി കോഡ് കൊടുത്താൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അത്ര അലൗഡാണ്. ഓക്കെ, ടോളറൻസ് ഫോർ GL accounts ഇത്രയിൽ മതി. ഇത് നമുക്ക് ഇവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെബിറ്റ് പോസ്റ്റിങ്ങും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സേവ്. ഇത്രയും കാര്യങ്ങളാണ് ടോളറൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ടോളറൻസ് ഫോർ എംപ്ലോയീസും ടോളറൻസ് ഫോർ GL അക്കൗണ്ട്. ടോളറൻസ് ഫോർ എംപ്ലോയീസ് എന്ന് പറയുന്നത് അവരുടെ ഓതറൈസേഷൻ ലിമിറ്റാണ്. അവർക്ക് എംപ്ലോയീസിന് മാക്സിമം എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് അതിനകത്തിൽ വരുന്നുണ്ട്. മാക്സിമം ഒരു ഡോക്യുമെൻറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്ന ഒരു എമൗണ്ട് വരുന്നുണ്ട്. ഒരു ഓപ്പൺ ഐറ്റം മാക്സിമം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടും ടോളറൻസ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇനി GL അക്കൗണ്ട്സിൻ്റെ ആണെങ്കിൽ നമ്മൾ എമൗണ്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പ്രൊസീജിയർ ഓപ്പൺ ചെയ്തിരുന്നേ ഉള്ളൂ. അപ്പം ടോളറൻസ് ഗ്രൂപ്പ് ഫോർ എംപ്ലോയീസും ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ സെഷനിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.